ഹായ് ഫ്രണ്ട്സ് സ്റ്റോറി ഇട്ട് പോവാം. ശങ്കൊക്കെ പറഞ്ഞു നിനക്ക് ഡ്രീം മതി, ഞങ്ങൾക്ക് ഡ്രീം വന്നായിരുന്നു. ഇത് പറഞ്ഞു ഇത് കേട്ട ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ഹീറോ ഷോക്ക് ജങ്കുക്ക് നോക്കായിരുന്നു. ജങ്കുക്ക് ചിരിച്ചിട്ട് പറയാൻ തുടങ്ങിയായിരുന്നു, അതെ ബേബി, ഞങ്ങൾക്ക് ഡ്രീം വന്നായിരുന്നു. അതുമാത്രമല്ല അതേന്ന് പറയായിരുന്നു. ഡ്രീമാ? അത് ഡ്രീം വന്നായിരുന്നു. അതുമാത്രമല്ല അതിനായിട്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ ജിൻ പറയായിരുന്നു, ദാ ബുക്ക്. ജിന്ന് നോക്കി ഷോക്കായിട്ട് പറയുന്നത്, ഇങ്ങനത്തെ ഒരു ബുക്ക് എൻ്റെ ഉണ്ട്, എൻ്റെ ഗ്രാൻഡ്മ എനിക്ക് തന്നതാ. അപ്പോൾ ജിന്ന് പറഞ്ഞു, അതെ എൻ്റെ ഗ്രാൻഡ്മ എനിക്ക് തന്നതാ എന്ന് പറഞ്ഞായിരുന്നു. നിൻ്റെ ഗ്രാൻഡ്മ എൻ്റെ ഗ്രാൻഡ്മ ഫ്രണ്ട്സ് ആയിരുന്നു. ഉടനെ നിനക്കും എനിക്ക് ചെറിയ പ്രായത്തിൽ എൻഗേജ്മെൻറ്റ് ചെയ്തായിരുന്നു എന്ന് 7 പേർ പറഞ്ഞു. ഷോക്കായിരുന്നു. അതെ, അതുമാത്രമല്ല നിനക്കും എനിക്കും മുൻ ജന്മത്തിൽ ഞങ്ങൾ 7 പേര് എൻ്റെ ഹസ്ബൻഡാ, നിൻ്റെ ഹസ്ബൻഡാ മുൻ ജന്മത്തിന് എന്ന് പറഞ്ഞു. ഇത് കേട്ട് ഷോക്കായിരുന്നു. അതെ, ഇത് ഗ്രാൻഡ്മക്ക് അറിയൂ എന്ന് പറയുന്നു. അതെ, 2 പേര് ഗ്രാൻഡ്മ മീറ്റ് ചെയ്യാമെന്ന് പറയായിരുന്നു. ഗ്രാൻഡ്മ നാളെ സംസാരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രാൻഡ്മ പറയായിരുന്നു. അങ്ങനെയായിട്ട് 2 പേര് ഹീറോയിനെ അടുത്ത് വന്ന് ക്ലോസ് ആയിരുന്നു, കിസ് ചെയ്യാൻ വന്നായിരുന്നു. അതൊന്നും പറ്റില്ല എന്ന് പറയുന്നത് പിടിച്ച് കിസ് ചെയ്തായിരുന്നു. അങ്ങനെയായിട്ട് 7 പേർ കൂടെ ഹീറോയിൻ നല്ല നന്നായിട്ട് റൊമാൻസ് ചെയ്തു. അങ്ങനെ 7 പേർക്ക് നടക്കാൻ പറ്റില്ല. കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ഗ്രാൻഡ്മ പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നില്ല എന്ന്. അങ്ങനെ അവർക്കെല്ലാം നടന്നായിരുന്നു. അങ്ങനെയായിട്ട് ഇവ സിറ്റിയിലുള്ള അങ്ങനെ ഗ്രാൻഡ്മ കുറച്ച് സിറ്റിയിലുള്ള ഗ്രാൻഡ്മ പറഞ്ഞാൽ ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഗ്രാൻഡ്മക്ക് കുറച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. അങ്ങനെയായിട്ട് എല്ലാവരും ഇറങ്ങി കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ഹീറോയിൻ എണിച്ച് വന്നു. ഇപ്പോൾ കുറച്ച് കോണമുണ്ട്, അവർ വെച്ച് ചെയ്യുമ്പോൾ മുണ്ടെത്തിട്ട് എന്ന് പറഞ്ഞ ഹീറോയിൻ എനിക്ക് ഗ്രാൻഡ്മ സംസാരിക്കും. അത് പിന്നെ നോക്കുന്നത് അങ്ങനെ ഗ്രാൻഡ്മാൻ്റെ കൂടെ സംസാരിക്കുക പറഞ്ഞാൽ ഗ്രാൻഡ്മ ശരി കുട്ടികളെ ഇങ്ങ് വാ. ഗ്രാൻഡ്മ പറയാൻ തുടങ്ങി, ഗ്രാൻഡ്മ ഇവർ പറഞ്ഞത് ശരിയാ, ശരിമ്മ ഇവർ പറഞ്ഞതല്ല. ഗ്രാൻഡ്മ പറയായിരുന്നു, ഇവർ പറഞ്ഞതല്ല ശരിയാ, ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറയാൻ പോവാ. എന്താ ഗ്രാൻഡ്മ പറയാം? ഇങ്ങനെ ഒരു മുത്തശ്ശി കഥ പറയാൻ പോകുന്നത്, നമുക്ക് സ്റ്റോറി എടുത്ത് പോവാം. മുത്തശ്ശി പറയുന്ന സ്റ്റോറിക്ക് പോവാം. അങ്ങനെ ഒരു 7 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. നല്ല പാലസ്, പവർഫുൾ പാലസ് ആയിരുന്നു. എല്ലാവർക്കും നാട്ടുകാർക്ക് വേണ്ടി നല്ല സഹായം ചെയ്യും. അതുമാത്രമല്ല വില്ലേജ് ഒരു അരസനുണ്ടായിരുന്നു. അത് വില്ലേജിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവുക്ക് 4 കുട്ടികളുണ്ടായിരുന്നു. അതെ, 4 ബോയ്സ് ഒരു ഗേൾ ബേബി ഉണ്ടായിരുന്നു. ആ രാജാവുക്ക് നിറയെ യുദ്ധം ഇതെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ രാജാവിൻ്റെ ഒരു മകൻ, ഫസ്റ്റ് മകൻ ഇങ്ങനെ കടങ്ങാൻ വേണ്ടി വേറെ നാട്ടിൽ പോയായിരുന്നു. അതെ, പ്രിൻസ് ഉള്ള നാട്ടിൽ പോയിരുന്നു. ആ 7 പ്രിൻസിനെ കുറിച്ച് നല്ല കാര്യം അറിഞ്ഞു. അങ്ങനെയായിട്ട് നല്ല രാജാവ് ഈ രാജാവിൻ്റെയോട് സംസാരിച്ച് ഒരു ഫ്രണ്ട്സ് പിടിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ചേട്ടൻ, ഫസ്റ്റ് ചേട്ടൻ പോയി അവരോട് സംസാരിച്ച് അവരും പറഞ്ഞു ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയായിട്ട് അവരുടെ ഫ്രണ്ട് മാറി പിടിക്കാൻ തുടങ്ങിയായിരുന്നു. ആ രാജാവുക്ക് അങ്ങനെയായിട്ട് ഫ്രണ്ട്സ് മറിയായിരുന്നു. അങ്ങനെ രാജാവ് ഫ്രണ്ട്സ് മാതിരിയായിരുന്നു. അവർക്ക് ഒരുപാട് ഹീറോയിൻ അങ്ങനെ മീറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഇങ്ങനെ യഥാർത്ഥം വന്നതാ 7 പ്രിൻസ്, ഞാൻ നിങ്ങളെ നാട്ടിലേക്ക് വരാൻ പോകാമെന്ന് പറഞ്ഞായിരുന്നു. അതാണ് ഫസ്റ്റ് ഫ്രണ്ട്സ് പറഞ്ഞു ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയിൻ അങ്ങനെ 7 ഫ്രണ്ട്സ് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ നന്നായിട്ടുണ്ടല്ലേ ഈ രാജ് അവിടെ ഒരു പാട്ട് കേട്ടായിരുന്നു. 7 പ്രിൻസ് പറയായിരുന്നു. അതിൽ ഹീറോയിൻ്റെ ചേട്ടൻ പറയുന്നത്, ആരാ അത് പാടുന്നത്? എൻ്റെ അനിയത്തിയാണ് പാടുന്നത്. അവർ വന്ന് ഇറങ്ങി നോക്കുമ്പോൾ ഹീറോയെ പാട്ട് പാടുന്ന കണ്ട് അവിടെ ആനിമൽസ് എല്ലാം ഉണ്ടായിരുന്നു. ഹീറോയെ പാടുമ്പോൾ എല്ലാം തലാട്ടയുണ്ടായിരുന്നു. ഇത് കേട്ട് 7 പ്രിൻസൊക്കെ ഹീറോയിനെ കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. അവർ വെച്ച് കണ്ണെടുക്കാതെ നോക്കുകയായിരുന്നു. അങ്ങനെയായിട്ട് രാജാവേ നിങ്ങൾ വന്നു രാജാവേ എന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ ഒരു മാസ്ക് ഉണ്ടായിരുന്നു. ആ മാസ്ക് അവർ 7 പേർ ഇട്ടായിരുന്നു. ഹീറോയിൻ നോക്കിയിട്ട് മാറി ചെയ്ത് പോയിരുന്നു. അങ്ങനെ രാജാവ് ഇങ്ങനെ ഉണ്ടായിരുന്നു. അതെ, അപ്പുറത്ത് കുറച്ച് ഗ്രാമത്തിൽ കുറച്ച് ദൂരെയാണ് വില്ലൻ. അവർക്ക് രാജകുമാരി ഉണ്ടായിരുന്നു, 7 രാജകുമാരി. അതെ, അവർക്ക് ന്യൂസ് അറിഞ്ഞു, നമ്മുടെ നാട്ടിലേക്ക് 7 ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിൽ മോദേ രാജകുമാരി, അതെ രാജാവുക്ക് 7 വൈഫ് ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് വൈഫിന് മകളാണ് റാണി പറയാൻ തുടങ്ങി. ഇങ്ങനെ പ്ലാൻ ചെയ്ത് നല്ല രാജാവാണ്, നമുക്ക് വലിയ രാജാവാണ്, നമ്മൾ അവരെ കല്യാണം കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തായിരുന്നു. പിന്നെ പ്രിൻസിക്ക് ഫ്യൂച്ചർ നോക്കുന്ന പവർ ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് ഫ്യൂച്ചർ നോക്കുന്നത് അറിയും. അവർക്ക് ഓരോ ആൾക്ക് പവറുണ്ട്, അവർക്ക് മനസ്സിലായി. അങ്ങനെ ഹീറോയിനെ കണ്ട് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ആ രാജാവുക്ക് അതെ ഫസ്റ്റ് രാജാവുക്ക് ഒരു ബോയാണ്, 8 കുട്ടികളുണ്ട്. അത് മാത്രമല്ല അതിൽ ഫസ്റ്റ് വൈഫ് റാണീൻ്റെ മകനാണ്
ഹീറോയുമായി ലവ് ഉണ്ടായിരുന്നു. അതായത് കല്യാണം കഴിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കല്യാണം പറഞ്ഞാൽ ഒരു റാണി മതിയല്ല, തുണപ്പെണ്ണ്. അതെ, തുണപ്പെണ്ണല്ല, ഒരു വൈഫ് മതി. അങ്ങനെ ഹീറോയ്ക്ക് അവരുടെ ഇഷ്ടമല്ലായിരുന്നു. ഹീറോയിനെ കണ്ട് 7 പേർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. നമുക്ക് മാരേജ് കഴിക്കാമെന്ന് 7 പേർ രാജകുമാരൻ പറഞ്ഞായിരുന്നു. അതിനും സീക്രട്ട് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രിൻസിൻ്റെ അച്ഛനമ്മ വന്നായിരുന്നു. അങ്ങനായിട്ട് ഹീറോമാർക്ക് മാരേജും ആയിരുന്നു. അങ്ങനായിട്ട് 7 പേരെ കൂടെ ഹീറോയ്ക്ക് മാരേജ് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനായിട്ട് ഹാപ്പി ആയിരുന്നു. അതിനെ കൊണ്ട് സന്തോഷം എഴുതിയിട്ടുണ്ടായിരുന്നു. ഹീറോയിൻ്റെ ഫസ്റ്റ് ചേട്ടൻ്റെ പേര് ബാൻചൻ, രണ്ടാമത്തെ ചേട്ടൻ്റെ പേര് ഫിലിക്സ്. ബാക്കി 2 ചേട്ടന്മാരും ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ കാണാതെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ കുറച്ച് കാരണം വന്നിട്ടുണ്ട്. അവരുടെ ചേട്ടന്മാർ ജാക്സൺ ഫിലിക്സ്, ജാക്സൺ മൈക്കിൾ എന്ന ഹീറോയിൻ്റെ ചേട്ടൻ്റെ പേരായിരുന്നു. അങ്ങനായിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഹീറോയിൻ. അങ്ങനായിട്ട് ഹീറോയിൻ നല്ല സന്തോഷത്തിലുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടന്മാർ അങ്ങനെ പിന്നെ ഹീറോയിനെ കൊല്ലാൻ വേണ്ടി അടുത്ത രാജ്യത്തെ രാജ്കുമാർ ഹീറോയിനെ കൊന്നു. അതുമാത്രം ഹീറോയിനെ കൊന്നുകൊണ്ട് അവർ 7 പേരെ ആ വില്ലൻ കൂട്ടം കൊന്നു കളഞ്ഞായിരുന്നു. അങ്ങനെ മരജമ്മ എടുത്ത് വന്നതാണ്. ഇതാണ് സ്റ്റോറി. ഇത് കേട്ട് അവർക്ക് ഭയങ്കര സാഡായിരുന്നു. അങ്ങനെ കൊണ്ട് അത് ഗ്രാൻഡ് പറയായിരുന്നു, എന്നെ 2 പേരക്കുട്ടികളെ കാണാതായി എന്ന് ഗ്രാൻഡ് പറയായിരുന്നു. ഇത് കേട്ട് ഹീറോയിൻ ഷോക്കായിരുന്നു. എന്താ ഗ്രാൻഡ് പറയുന്നത്? അതെ, എൻ്റെ 2 ചേട്ടന്മാരെ കാണാതായിട്ടുണ്ട് എന്ന് പറയായിരുന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. എന്താ ഗ്രാൻഡ് പറയുന്നു? അതെ, എപ്പോൾ കണ്ടുപിടിക്കാറില്ല, അവർ ഫോട്ടോ ഉണ്ട് എന്നാ പറഞ്ഞായിരുന്നു. ഹീറോയിൻ ഫോട്ടോ ശരി ഓക്കെ ആയിരുന്നു പറഞ്ഞ് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. ഷോക്കായിരുന്നു ഹീറോയ്ക്ക്. അങ്ങനെയായിട്ട് ഫ്ലിക്സിന് പിടിച്ചിട്ട് ഫ്ലിക്സ് ഷോക്കായിരുന്നു. ബാക്ചനോട് പറഞ്ഞു, ചേട്ടാ നിങ്ങൾ ചേട്ടനാണ്. അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ അവർക്കും കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഹാപ്പി ഫാമിലി ആയിരുന്നു. അവരെല്ലാം ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഹാപ്പി എൻഡിങ് സ്റ്റോറീസ്.